നമസ്കാരം. എന്റെ കഴിഞ്ഞ മെസ്സേജിൽ മാതാപിതാക്കളിലെ കർമ്മ മക്കളെയും ബാധിക്കും, അല്ലെ മക്കളിലേക്ക് പിന്തുടരും, ഈ വിഷയത്തെക്കുറിച്ചാണ് കഴിഞ്ഞ മെസ്സേജിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞത്. അപ്പൊ അതിലൂടെ ഒരുപാട് പേര് സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് കുറച്ചുകൂടെ വിശദീകരിച്ച് ചില കാര്യങ്ങൾ പറയുന്നത്. ഇതിലൊരു സംശയം വന്നത്, ഇപ്പൊ പാരമ്പര്യമായി നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും നമ്മൾ ഭൗതികമായി എന്ത് മക്കളിലേക്ക് കൈവന്നാലും അല്ലെ മക്കളത് സ്വീകരിച്ചാലും മാതാപിതാക്കളിലെ ആത്മീയമായി ഉള്ളതും കൂടി മക്കളിലേക്ക് ഷെയർ ആവും. നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവ്, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ്. അപ്പം കൂടുതലും എന്റെ മെസ്സേജുകൾ കേൾക്കുമ്പോൾ പലരും പറയുന്നത് അവരുടെ മാതാപിതാക്കൾ സൃഷ്ടാവായിട്ടുള്ള ആ ഒരു ദൈവത്തിലേക്കൊന്നും അവർ ഉയർന്നു വരുന്നില്ല, ശിഷ്യത്വത്തിൽ തന്നെ നിൽക്കുന്നു, കറക്റ്റ് ദൈവിക അല്ലെങ്കിൽ ഈ വിധ കാര്യങ്ങളോ അല്ലെ പ്രകൃതി വ്യവസ്ഥകളോ ഒന്നും തിരിച്ചറിയാത്തത് കാരണം ഒരുപാട് തെറ്റുകളും അവരുടേതായിട്ടുള്ള ചില കുഴപ്പങ്ങളൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവരുടെ കർമ്മ അല്ലെങ്കിൽ അവരിലുള്ള നെഗറ്റീവ് നമ്മളെ ബാധിക്കില്ലേ? അപ്പൊ അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും എന്ന പലരുടെ സംശയത്തിനാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇപ്പൊ എന്റെ മെസ്സേജിലൂടെ ഈ വിധ കാര്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു, എല്ലാം മനസ്സിലായി. പക്ഷെ ഇതിനൊക്കെ മുന്നമേ അവരുടെ പങ്ക് അല്ലെങ്കിൽ സ്വത്തിന്റെ ഭാഗം ഇല്ല അവരിൽ നിന്നുള്ള പല നേട്ടങ്ങളും ഒക്കെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. ഇപ്പോഴാണ് ഈ സത്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത്. അപ്പൊ ഇനി ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഇത് ഞാനീ പറയുന്നത് പ്രകൃതിയുടെ ഒരു വ്യവസ്ഥയാണ്. ഈ വ്യവസ്ഥ പ്രകാരം ഇത് ഷെയർ ആകും. പക്ഷേ ആ ഷെയർ ആകുന്നതിൽ നിന്നും നമ്മളെ പ്രൊട്ടക്ട് ചെയ്യണോ വേണ്ടയോ എന്നതൊക്കെ മറ്റ് നമ്മളെ സഹായിക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ദൈവത്തിന്റെ പോസിറ്റീവ് ശക്തികളുടെ ഡ്യൂട്ടിയാണ്. അവര് നോക്കിയും കണ്ടും അവർക്ക് വേണമെങ്കിൽ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യാം. എന്നാലും ഒരല്പം നമ്മളെ അത് ബാധിക്കാതെ പോകില്ല, കാരണം അത് ബാധിക്കും. പക്ഷെ നമ്മൾ എത്രത്തോളം ബാധിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ആത്മീയ വളർച്ച അനുസരിച്ചിരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ആത്മീയമായി നല്ല ബലമുള്ള ഒരാളാണ്. ഇപ്പൊ നമ്മുടെ മാതാപിതാക്കളിലുള്ള നെഗറ്റീവ് ശക്തിയെക്കാട്ടിലും നമ്മൾ ആത്മീയമായി നമ്മുടെ പോസിറ്റീവ് അല്ലെ നമ്മുടെ ഉള്ളിലെ നമ്മുടെ ആത്മാവ് അത്രയും പവർഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഈ കർമ്മ ഷെയറായി വരുന്ന ചില നെഗറ്റീവ്സ്, ഈ ആസുരിക പൈശാചിക ശക്തികളാണ് ഈ കർമ്മ ഷെയറായി കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷയുടെ ശക്തികളും ഷെയറായി വരും. അപ്പൊ ഇവരുടെ കാട്ടിലും നമ്മുടെ ആത്മാവിന് നല്ല പവർ ഉണ്ടെങ്കിൽ, നമ്മുടെ ഓറ അത്രയും എനർജറ്റിക് ആണെങ്കിൽ അല്ലെ അത്രയും വിശാലമാണെങ്കിൽ ഇവർക്ക് നമ്മളെ ബാധിക്കാൻ പറ്റൂല. ഇതാണ് ഒരു വസ്തുത. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തുക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്, കുറച്ച് പ്രയാസമാണ്. അങ്ങനെ എത്തിയ ആൾക്കാരുണ്ട്. അവരാണ് ഈ ഗുരുക്കന്മാരായിട്ട് വരുന്ന, യോഗീശ്വരന്മാരായി വരുന്ന, നമ്മൾ അവതാര പുരുഷന്മാരെന്നൊക്കെ പറഞ്ഞ് വരുന്നവരൊക്കെ ആ കർമ്മയിൽ നിന്നും ഈ പാരമ്പര്യത്തിൽ നിന്നും ഈ ശല്യം അല്ലെങ്കിൽ ഈ ഒരു പകർച്ച അല്ലെങ്കിൽ ഈ സ്വാധീനത്തെ അതിജീവിക്കാൻ കഴിവുള്ളവരാണ്. അപ്പൊ അത്രയും നമ്മൾ പവർഫുൾ ആയാൽ ബാധിക്കില്ല. പക്ഷെ നമ്മളൊരു ഏറെക്കുറെ പവർഫുൾ ആയാൽ അത്ര ബാധിക്കും. ഇനി ഒട്ടും നമ്മൾ അവരുടെ നെഗറ്റീവിനെക്കാട്ടില്ല ഈ കർമ്മ ചെയ്യുന്ന ഈ ശക്തികളുടെ മുകളിൽ നമുക്ക് ഒട്ടും ബലമില്ലെങ്കിൽ പൂർണ്ണമായും അത് നമ്മളെ ബാധിക്കും. പക്ഷെ അത്തരക്കാർക്ക് വേണ്ടിയിട്ടാണ് ദൈവം തന്നെ ഈ കുരുതി, യേശുവിന്റെ കുരുതിയിലൂടെ ആ ഒരു വിശ്വാസത്തിലൂടെ ഇളവ് ചെയ്തു തരും എന്ന് പറയുന്നത്. പക്ഷെ അവിടെയും എങ്ങനെ ഇളവ് കിട്ടും എന്ന് വെച്ചാൽ നമ്മക്കൊണ്ട് ഇതിന് പ്രതിവിധി അല്ലെങ്കിൽ ഇതിനെ പ്രായച്ചിത്തം ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, പരിഹാരം ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ മാത്രമേ ഇളവ് കിട്ടുള്ളൂ. അപ്പൊ നമുക്കത് തിരിച്ചു കൊടുക്കാൻ പറ്റും. നമുക്ക് മാന്യമായ സാമ്പത്തിക ആവശ്യത്തിന് സാമ്പത്തികമുണ്ട്, നമുക്കത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് നമുക്കത് വേണമെങ്കിൽ മാതാപിതാക്കൾക്ക് തിരിച്ചു കൊടുക്കാം. പക്ഷെ മാതാപിതാക്കൾ പറയേണ്ടത് ഞങ്ങളുടെ അവകാശമാണ്, മക്കൾക്ക് തന്നിരിക്കണം എന്ന് അവർ അതിയായി സ്നേഹത്താലും വാശിയാലും നമ്മളെ നിർബന്ധിച്ച് നമുക്ക് തരുമെങ്കിൽ അത് അവരുടെ കടമ കറക്റ്റായിട്ട് അവർ പൂർത്തീകരിക്കുന്നതാണ്. നമ്മുടെ മനസ്സിൽ ഇതിനെക്കുറിച്ച് യാതൊരു ആഗ്രഹവും, നേരത്തെ കഴിഞ്ഞ മുൻ മെസ്സേജിലൊക്കെ പറയുന്നത് പോലെ നമ്മളത് ഇച്ഛിക്കാതെ നമുക്ക് ലഭിക്കുന്നത് കാരണം അത് ദൈവം തരുന്നതായിട്ട് കണക്കാക്കി അതിലൂടെ ശല്യം വരില്ല. കാരണം നമ്മൾ അത്രയും ആത്മവളർച്ച വരുന്ന ഒരു വ്യക്തിക്ക് പാരമ്പര്യമായി കിട്ടുക ആ ഒരു സ്വത്തും കാര്യങ്ങളൊന്നും വേണ്ട എന്ന് പറഞ്ഞ് പൂർണ്ണ മനസ്സുകൂടിയെ തള്ളിക്കളയാനുള്ള മനസ്സ് എത്തുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലുള്ള ആത്മീയത്തിന്റെ വളർച്ചയുടെ ഒരു ലക്ഷണം. അപ്പൊ ആ ഒരു മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർ നിർബന്ധിച്ച് നമുക്ക് അവരുടെ കടമ പോലെ നമുക്ക് തന്നാൽ നമ്മളത് ബാധിക്കില്ല. കാരണം നമ്മൾ അതിനെക്കാട്ടി പവർഫുൾ ആയി കഴിഞ്ഞു. പകരം നമ്മളത് ഉപയോഗിക്കേണ്ട ആവശ്യം വരുന്നില്ല. കിട്ടി, അവർ തന്നു, നമുക്കത് കിട്ടി, നമ്മളത് ഉപയോഗിക്കാതെ
നമ്മുടെ മക്കൾക്കോ അത് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോ നമ്മൾ പോസിറ്റീവായി നിൽക്കുന്ന നമ്മൾ ഇത് നമ്മുടെ മക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മക്കൾക്കത് ബാധിക്കില്ല. കാരണം ഇടയിൽ നമ്മൾ നിന്നും കൊണ്ട് ഇതിനെ പോസിറ്റീവാക്കി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനെ തരണം ചെയ്ത് പോസിറ്റീവായിട്ടാണ് മക്കളിലേക്ക് അത് പോണത്. ഞാനീ പറയുന്ന കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കണം. ഇത് വലിയ വലിയ ഒത്തിരി സൂക്ഷ്മതലത്തിലുള്ള കണക്കുകളാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മുടെ മക്കൾക്ക് അത് ബാധിക്കില്ല. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ അത്രയും പവർഫുൾ ആണെങ്കിൽ നെഗറ്റീവ് നമ്മളെ ശല്യം ചെയ്യാൻ കഴിയില്ല. കാരണം നമ്മളത് ഉപയോഗിക്കുന്നതുമില്ല. അത് നമ്മുടെ മക്കൾക്കായിട്ട് നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുമ്പോൾ മക്കൾക്ക് അത് അധികം ബാധിക്കില്ല. പക്ഷെ മക്കൾ നാളെ ഒരു സമയത്ത് ആത്മീയ വളർച്ച ഇല്ലാത്തവരായി മാറിയാൽ ഇത് അങ്ങോട്ട് ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അവരും ആത്മീയ വളർച്ച ഉള്ളവരായി മാറണം. അപ്പൊ നമ്മൾ ആ ലെവലിൽ അവരെയും വളർത്തിയെടുക്കണം. അവർക്കും അത്രയും പവർഫുൾ, അവരുടെ ആത്മാവ് അത്രയും പവർഫുൾ ആയി മാറണം. എങ്കിലേ ഇത് അവരെയും ബാധിക്കാതിരിക്കുകയുള്ളൂ. ഇതാണ് ഇതിന്റെ ഒരു വശം. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ബുദ്ധിപരമായി കളിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇപ്പോ എന്റെ മെസ്സേജ് കേൾക്കുന്ന പലർക്കും പാരമ്പര്യമായിട്ട് സ്വത്തോ വീടോ ഒക്കെ കിട്ടിക്കാണും. നമുക്കത് ഒരു പേടി, ഇത് ഞാൻ ഉപയോഗിച്ചാൽ അത് ബാധിക്കുമെന്നല്ലേ മെസ്സേജിലൂടെയൊക്കെ പറഞ്ഞേക്കണം. അപ്പം അത് നൈസായിട്ട് ഞാൻ ഉപയോഗിക്കേണ്ട, പകരം എന്റെ മക്കൾക്കെങ്കിലും കിട്ടുമല്ലോ, അതുകൊണ്ട് കളയണ്ട, തിരിച്ചൊന്നും കൊടുക്കണ്ട, പതുക്കെ മക്കൾക്കായിട്ടങ്ങ് മാറ്റാം എന്ന് നിങ്ങൾ ബുദ്ധിയിൽ ചിന്തിച്ചാൽ ഇതും ഈ നെഗറ്റീവ് ആസുര ശക്തികൾ കറക്റ്റാ കണ്ടുകൊണ്ടിരിപ്പുണ്ട്. നിങ്ങൾ മനസ്സുകൊണ്ട് അത് ഇച്ഛിക്കുന്നു എന്ന് മനസ്സിലാക്കി നിങ്ങൾ ബുദ്ധിപരമായി നിങ്ങളെ മക്കൾക്ക് അത് ഏൽപ്പിച്ചാലും നിങ്ങളെ ഈ നെഗറ്റീവ്സ് ബാധിക്കും. പക്ഷെ ഇത് ബാധിക്കും എന്ന് ഞാൻ പറയുമ്പോൾ ഇതിന് കിടന്ന് ഒരുപാട് ഭയപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു പ്രകൃതിയുടെ വ്യവസ്ഥയാണ്. ഇപ്പം ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നൊരു ചൊല്ല് പറയുന്നത് പോലെ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്നതിന്റെ ഭൗതികമായി വാങ്ങിക്കുന്നതിന്റെ അത് അതേപോലെ അവരുടെ കർമ്മയും നമ്മളിലേക്ക് ബാധിക്കുമെന്ന് പറയുമ്പോൾ ഇതിനും ഒരുപാട് കണക്കുകളുണ്ട്. ഇപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോളാം. ഇപ്പൊ മാതാപിതാക്കൾ നിങ്ങൾക്കായിട്ട് തന്നു, അത് അവരുടെ കടമ, പൂർണ്ണ മനസ്സായിട്ട് അവർ വീതിച്ച് തന്നു. ഇത് നിങ്ങൾക്ക് കിട്ടി, ഒരു ഭാഗം നിങ്ങൾക്ക് കിട്ടി. പക്ഷെ മാതാപിതാക്കൾക്ക് ഒരുപാട് കഷ്ടങ്ങളും പ്രശ്നങ്ങളും അവരനുഭവിക്കുകയും വേറെ ഏതോ വഴിയിലൂടെ അവർക്ക് ചില രോഗങ്ങളോ അല്ലെങ്കിൽ അവർക്ക് പ്രയാസങ്ങളോ, അപ്പൊ നിങ്ങളെ അവർ ബുദ്ധിമുട്ടിക്കുന്നില്ല. പകരം അവരുടെ വീട്ടിൽ സ്വസ്ഥമായി നിന്നും കൊണ്ട് അവർ ഈ കഷ്ടങ്ങളെല്ലാം അവർ അനുഭവിക്കുമ്പോൾ ചില വേദനകളായിരിക്കും, ചിലപ്പോൾ മാനസിക സംഘർഷങ്ങളായിരിക്കും. ഇതൊക്കെ അവർ അനുഭവിക്കുമ്പോൾ അവർ ഒരു വശത്ത് അവരുടെ കർമ്മയെ അവർ ബാലൻസ് ചെയ്യുന്നു. പ്രകൃതി അവരെ ബാലൻസ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെ മരണം, മരിക്കുന്ന ആ ഒരു വയസ്സായി മരിക്കുന്നതിന് മുന്നമേ അവരെയും പോസിറ്റീവ് ആക്കാൻ വേണ്ടി അവരുടെ കർമ്മയെ ബാലൻസ് ആക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ ഫലമാണ് അവർക്ക് ഈ കഷ്ടങ്ങളും പ്രശ്നങ്ങളും വരുന്നത്. അങ്ങനെ അവർക്ക് ഈ കഷ്ടങ്ങളും പ്രശ്നങ്ങളും വരുന്നതനുസരിച്ച് അവർ പോലും അറിയാതെ അവർ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ പോസിറ്റീവായി നിൽക്കുന്ന നിങ്ങളെ ഈ കർമ്മ ബാധിക്കില്ല. കാരണം അവരിലൂടെ ഇപ്പൊ അവർ പോസിറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരുടെ നെഗറ്റീവ്സ് അവിടെ തന്നെ കുറഞ്ഞുറഞ്ഞു വരികയാണ്. അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്കും അത് അധികം ബാധിക്കില്ല. അതേസമയം അവരും എങ്ങനെയൊക്കെയോ പൂർണ്ണമായി ദൈവിക വഴിയില്, അല്ലെങ്കിൽ ഇപ്പൊ ദൈവിക വഴി ഞാൻ പറയുമ്പോൾ ഞാൻ പറയുന്നത് സൃഷ്ടാവാൻ ദൈവത്തെ തന്നെ പ്രാർത്ഥിക്കണം, അങ്ങനെയൊന്നും അല്ല. അവർ പ്രകൃതിയുടെ വ്യവസ്ഥ പാലിച്ചേറ്റിയാൽ മതി. അതുമല്ലെങ്കിൽ എവിടെയൊക്കെ കർമ്മ തെറ്റി അതിന്റെ ഫലം അനുഭവിച്ച് തീർത്താലും മതി. അവർ പോസിറ്റീവായി. അങ്ങനെ പോസിറ്റീവായ മാതാപിതാക്കളുടെ സ്വത്തുക്കളാണ് നിങ്ങളുടെ കയ്യിൽ വന്നേക്കെങ്കിൽ നിങ്ങൾ എന്തിനു പേടിക്കണം? കഴിഞ്ഞു. അവിടെ പകരാനായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ വരാനായിട്ടുള്ള ഒരു സാധനം ഇല്ല, നെഗറ്റീവ്സ് ഇല്ല. പക്ഷേ പാരമ്പര്യമായി വരുന്ന ചില നെഗറ്റീവ്സ് ഉണ്ട്. അതായത് രക്തബന്ധത്തിലൂടെ സഞ്ചരിച്ച് വരുന്ന ചില നെഗറ്റീവ്സ് ഉണ്ട്. അത് പാരമ്പര്യ ദേവന്മാര്, ഇപ്പം ചിലപ്പം കാവ് അതിലൊക്കെ പ്രാർത്ഥിക്കുകയും അങ്ങനെ അറിയാലോ, അങ്ങനെയൊക്കെ ഉള്ള കുടുംബങ്ങളുണ്ട്, പണ്ടത്തെ കുടുംബങ്ങളുണ്ട്. അപ്പൊ ആ കുടുംബം എന്ന് പറയുമ്പോൾ ഈ കുടുംബം മൊത്തം സമർപ്പിച്ചുകൊണ്ട് അന്നത്തെ പിതൃക്കള് ഈ വിധ ശക്തികൾക്ക് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ കുടുംബ പാരമ്പര്യം മൊത്തം ആ ശക്തികൾ തന്നെ പിന്തുടർന്നുകൊണ്ടിരിക്കും. നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാലും അവർ നമ്മളെ ശല്യം ചെയ്യും, അല്ലെങ്കിൽ നമ്മളെ ഭീഷണിപ്പെടുത്തും, അല്ലെങ്കിൽ നമ്മളെ തിരിച്ച് ശിക്ഷിക്കും, നശിപ്പിക്കും ഒക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ ഈ മാതാപിതാക്കളുടെ പാരമ്പര്യത്തിലൂടെ നമുക്ക് വരും. ഇതും ഉണ്ട്. ഇത് രക്തബന്ധത്തിലൂടെ വരുന്നൊരു സാധനമാണ്. അപ്പം മാതാപിതാക്കൾ ചെയ്ത കർമ്മത്തിന്റെ ഫലമായിട്ട് വരുന്നത്, അവരുടെ കർമ്മം തെറ്റുന്നതിന്റെ ഫലം അവർ അനുഭവിച്ച് തീരുമ്പോൾ നമ്മൾക്കത് ബാധിക്കില്ലെങ്കിലും ഈ കുടുംബം മൊത്തം മേന്നോട്ടം നോക്കുന്ന ഈ വിധ ശക്തികളുണ്ട്. ഇതിൽ പോസിറ്റീവ് ശക്തികളുണ്ട്, ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ നെഗറ്റീവായിട്ട് നിൽക്കുന്ന സാധനങ്ങളാണെങ്കിൽ എന്റെ മുൻ മെസ്സേജിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മളെ ബ്ലാക്ക് മെയിൽ ചെയ്ത് ഭീഷണിപ്പെടുത്തി മര്യാദയ്ക്ക് നമ്മളെ വഴി വന്നുകൊള്ളണം, അല്ലെങ്കിൽ ഇന്ന അമ്പലം കെട്ടിക്കൊള്ളണം, ഇല്ലെങ്കിൽ നമ്മളെ കാവ് ഒക്കെ പുനരുദ്ധാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ഭീഷണിപ്പെടുത്തി, ഇല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്യും, നമുക്ക് ദോഷം ചെയ്യും എന്ന രീതിയിൽ ഏതെങ്കിലും പാരമ്പര്യ ദേവന്മാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നിങ്ങൾ സൂക്ഷിക്കണം. അവർ നെഗറ്റീവ് ശക്തികളാണ്. ഇത് രക്തബന്ധത്തിലൂടെ പാസ് ചെയ്യും. ഇതും ഞാനീ പറഞ്ഞതുപോലെ
നമ്മൾ ആത്മീയമായി വളരുകയും സൃഷ്ടാവൻ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ, ആ ഒരു ബന്ധത്തിലേക്കും ആ ഒരു ദൈവമായിട്ട് അടുക്കുകയും ശ്രമിക്കുന്ന ഒരാൾക്ക് ഈ പാരമ്പര്യ ശക്തികൾ പിന്നെ ശല്യത്തിന് വരില്ല. അത് അവർ നമ്മളെന്ത് മാറി നിൽക്കും. പക്ഷെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ ഉയർന്നു വരണം. ഇവിടെ ഒരു കാലം വെച്ച് അവിടെ ഒരു കാലം വെച്ച് രണ്ട് വെള്ളത്തിൽ ഊന്നി പോകാം എന്ന് വിചാരിച്ചിരുന്നാൽ ഈ ഫലം വരൂല. പൂർണ്ണമായും അവരെ മാറ്റി നിർത്തിക്കൊണ്ട് സൃഷ്ടാവ ദൈവം മാത്രം മതി എന്ന് വിശ്വസിച്ച് ഈ യേശുവിന്റെ കുരുതിയിലും അതിനുശേഷം വന്ന മുഹമ്മദ് നബിയിലും ബുദ്ധനിലും സകലരിലും വിശ്വസിച്ചുകൊണ്ട് അവരിലൊക്കെ ദൈവം വെച്ചിരിക്കുന്ന പ്ലാനും പദ്ധതി എല്ലാം തിരിച്ചറിഞ്ഞ് അവരൊക്കെ മാനിച്ചു പോകുന്ന ഒരു വ്യക്തിയെ ഈ പാരമ്പര്യ കുടുംബ ദേവി ദേവന്മാരെന്ന് പറയുന്ന ആ ശക്തികൾ, അദൃശക്തികൾക്ക് സ്വാധീനിക്കാൻ പറ്റൂല. അതും കൂടെ മനസ്സിലാക്കണം. പിന്നെ എനിക്ക് വന്ന അടുത്തൊരു ചോദ്യം, ഈ മാതാപിതാക്കളില്ലാതെ അനാഥരായിട്ടുള്ള കുട്ടികളെയൊക്കെ ചില ആൾക്കാർ ധനികരൊക്കെ എടുത്ത് വളർത്താറുണ്ട്. അവർ കൊണ്ടുപോയി ഭയങ്കര സുഖത്തിലൊക്കെ ഈ പിള്ളേരെ വളർത്തുന്നുണ്ട്. അപ്പം ആ കുട്ടികൾക്ക് എങ്ങനെയാണ് മാതാപിതാക്കളുടെ കർമ്മ എങ്ങനെ അവരിലേക്ക് പോകും? ഇത് അവരുടെ ജനിപ്പിച്ച അച്ഛനമ്മമാരിൽ നിന്നും വരുന്ന കർമ്മ അവരിലേക്ക് പോകുന്നത് ഈ ബ്ലഡ് റിലേഷൻ വഴി ഉള്ള ആ ഒരു പകർച്ച കൊണ്ട് അത് വന്നിരിക്കും. കാരണം നമുക്കറിഞ്ഞൂടാ, ഈ കുട്ടിക്ക് അറിഞ്ഞൂടെങ്കിലും ഈ അദൃശ്യ ശക്തികൾക്ക് അറിയാം ഇത് ആരുടെ, ഈ മാതാപിതാവിന്റെ കുട്ടി ആരാണ്, എന്താണ്, എങ്ങോട്ട് പോയെന്നൊക്കെ അവർക്കറിയാം. അത് മറ്റു ഡയമെൻഷനിൽ അവർക്ക് ഇതെല്ലാം അറിയാം. അപ്പൊ അത് ഈ കുട്ടിയെ ബാധിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കുട്ടികളൊക്കെ ആരെങ്കിലും എടുത്ത് വളർത്തിയാലും ഈ കുട്ടി ചിലപ്പം ഭയങ്കര വയലന്റ് ആയിരിക്കും, ചിലപ്പോൾ കള്ളത്തരമുള്ളതായിരിക്കും, ചിലപ്പം നീതി ന്യായം ഒന്നും ഇല്ലാതെയൊക്കെ പ്രവർത്തിക്കുന്ന കുട്ടിയായിരിക്കും. അപ്പം ഈ എടുത്തു വളർത്തിയ മാതാപിതാക്കൾ വിചാരിക്കും എന്ത് നല്ല രീതിയിൽ ഞങ്ങൾ വളർത്തി, എന്ത് കൊടുത്തു വളർത്തി, എന്നിട്ടും അവൻ വലുതായി വന്നപ്പോഴത്തേക്കും എന്നെയോ അല്ലെങ്കിൽ എന്റെ ഭാര്യയോ എങ്ങനെയും കൊന്ന് ഞങ്ങളെ സ്വത്തത്രയും അടിച്ചുകൊണ്ട് പോകാനാണ് അവനെ ശരിക്കും അങ്ങനെ ഒരു വിഷവിത്തിനെയാണല്ലോ ഞങ്ങൾ ഇത്രയും നാൾ വളർത്തിയെന്നൊക്കെ പറഞ്ഞ് മാതാപിതാക്കൾ വിഷമിക്കുന്നതിന്റെ കാരണമേ ഈ രക്തബന്ധത്തിലൂടെ വരുന്ന ഒരുപാട് നെഗറ്റീവ് ശക്തികളുണ്ട്. അത് ഈ കുട്ടിയെ ബാധിച്ചിരിക്കുകയും കുട്ടിയെ സ്വാധീനിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് ഈ വളർത്തച്ഛനും വളർത്തമ്മയും എത്ര നന്നായി വളർത്തിയാലും ഈ കുട്ടി തലയിരിഞ്ഞു പോകുന്നത്. പക്ഷെ ഈ കുട്ടിക്ക് മാതാപിതാക്കളിലൂടെ അവർ ചെയ്ത കർമ്മത്തിന്റെ ഫലം ഈ കുട്ടിക്കോട്ട് ബാലൻസ് ആകാൻ ആരും പാടാണ്. കാരണം കർമ്മം എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് ഈ സ്വത്തോ കാര്യങ്ങളൊന്നും ഈ അനാഥ കുട്ടി കൈ കിട്ടിയില്ലല്ലോ. അപ്പം അതുവഴിയുള്ള നെഗറ്റിവിറ്റി ഇല്ല. പക്ഷെ ബ്ലഡ് റിലേഷൻ വഴിയുള്ള ഈ പാരമ്പര്യ അദൃശക്തികളുടെ സഞ്ചാരമുണ്ട്. പിന്നെ ഈ വളർത്തിയ അച്ഛനും വളർത്ത അമ്മയും ആ വളർത്തിയ അച്ഛന്റെ അമ്മയുടെയും സ്വത്തുക്കൾ ഈ കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഈ കുട്ടി അത് കൈപ്പറ്റിയത് കാരണം ഈ വളർത്തച്ഛന്റെയും വളർത്തമ്മയുടെയും നെഗറ്റീവ്സും ആ കർമ്മം ഈ വളർത്ത് കുട്ടിയിലേക്ക് സഞ്ചരിക്കും, അത് അങ്ങോട്ട് പോകും. ഇതാണ് അതിന്റെ ഒരു ഉത്തരം. പിന്നെ ചിലർ ചോദിക്കുന്നത്, ഇപ്പം കയ്യിൽ കിട്ടി, കയ്യിലുണ്ട്, നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ തിരിച്ചു കൊടുക്കണോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട്. ഇത് നിങ്ങളുടെയൊക്കെ മനസ്സിന്റെ ആ ഒരു തീഷ്ണത പോലെ ഇരിക്കും. തിരിച്ചു കൊടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ ചിലപ്പോൾ നിർബന്ധിച്ച് തിരിച്ച് നിങ്ങൾക്ക് തന്നെ തരും. നിങ്ങളത് ഉപയോഗിക്കരുത്, നിങ്ങളുടെ അടുത്ത തലമുറ നിങ്ങളുടെ മക്കൾക്കായിട്ട് മാറ്റി കൊടുക്കുക, അങ്ങനെയാണെങ്കിൽ ചെയ്യാം. പിന്നെ ഈ കർമ്മഫലം അനുഭവിക്കണം, നമ്മൾ അനുഭവിക്കേണ്ടി വരുമല്ലോ എന്ന് വിചാരിച്ച് പലരും വിഷമിക്കേണ്ട. കാരണം അവരുടെ ഭൗതികം നിങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർ ചിലപ്പോ അവരുടെ വയസ്സായ സമയത്ത് വയ്യാത്ത സമയത്ത് അവരെ നിങ്ങൾ പരിചരിക്കേണ്ടി വരുമല്ലോ. കാരണം അവരുടെ ഭൗതികം നിങ്ങൾ സ്വീകരിച്ചു, അവരുടെ ഷെയർ തന്നു. അപ്പം സ്വാഭാവികമായിട്ട് അവരെ നോക്കേണ്ട ചുമതല നിങ്ങൾക്കൊക്കെയാണ്. ആർക്കാണോ അവരുടെ സ്വത്തെല്ലാം കൂടെ കൊടുത്തതും അല്ല അവരെ ആരെയാണോ കൂടുതൽ സ്നേഹിച്ച് ഇതെല്ലാം നൽകിയത് അവർ തന്നെയാണ് ഈ മാതാപിതാക്കളെ പൂർണ്ണമായിട്ട് നോക്കേണ്ട ചുമതലയും. അപ്പൊ നിങ്ങൾ അങ്ങനെ കൈപ്പറ്റിയിട്ടുണ്ട്, നിങ്ങളുടെ ഭയങ്കര സ്നേഹമാണ്, ഒഴിവാക്കാൻ പറ്റുന്നില്ല, അങ്ങനെയൊന്നും അവർ മാറൂല, നിങ്ങളുടെ ഭയങ്കര അറ്റാച്ച്മെന്റ് ആണ്. ഈ അറ്റാച്ച്മെന്റ് അവർക്ക് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് ആത്മാർത്ഥതയുണ്ട് എന്നതിന്റെ തെളിവെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ദൈവിക കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അവിടുത്തെ സംസാരിക്കുകയും ഇങ്ങനെയുള്ള ബാലിഷ്യമായ ശിശുത്വമായിട്ടുള്ള ഈ വിഗ്രഹാരാധനകളോ അല്ലെങ്കിൽ അതിൽ മതത്തിന്റെ പുറത്തുള്ള ഈ ചടങ്ങുകളോ ഇതൊന്നും ഞങ്ങൾക്ക് താല്പര്യമില്ല, അപ്പൊ ഞങ്ങൾ ഇഷ്ടത്തിന് ജീവിക്കാൻ വിടണം എന്ന രീതിയിൽ നിങ്ങൾ സീരിയസ് ആയിട്ട് സംസാരിക്കുകയും അത് കേട്ടും കൊണ്ട് നിങ്ങളെ നൈസായിട്ട് അവർ ഉപേക്ഷിച്ച് അവർ അതേ സുഖം എന്ന് പറഞ്ഞ് എസ്കേപ്പായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം, നിങ്ങൾക്ക് ഒരുപാട് കർമാസ് ബാലൻസ് നിങ്ങളിലേക്ക് ഷെയർ ആകൂല. പക്ഷെ അവർ പറയാണ് ഞങ്ങൾക്ക് നീ എന്തോ ആയിക്കൊണ്ട് പോട്ടെ, നീ എന്ത് വിശ്വസിച്ചാലും നീ ഞങ്ങളുടെ മക്കളാണ്, അല്ലെ മകളാണ് നീ, അതുകൊണ്ട് അങ്ങനെ ഞങ്ങൾക്ക് നിന്നെ ഒഴിവാക്കാൻ പറ്റൂല എന്ന് പറഞ്ഞ് അവരായിട്ട് വലിഞ്ഞു കയറി സ്നേഹത്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ നിങ്ങൾ ഒരിക്കലും അവരെ ഉപേക്ഷിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള സ്നേഹവാരായ മാതാപിതാക്കളെ നിങ്ങൾ തള്ളിക്കളയരുത്, അവരെ നിങ്ങൾ പരിചരിക്കണം. അതേപോലെ തന്നെ അവരങ്ങനെ സ്നേഹത്താൽ തരുന്ന സ്വത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് സ്വീകരിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാം. പക്ഷേ അവരുടെ ഈ ഒരു സിറ്റുവേഷനിൽ വയസ്സായ വരുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ അവരെ നിങ്ങൾ പരിചരിക്കുന്ന ആ ഒരു കഷ്ടം ഈ അവരുടെ ഭൗതികം സ്വീകരിച്ചതിന്റെയും
അല്ലെങ്കിൽ അവരോട്ടുള്ള അവർക്ക് നിങ്ങളടുത്തുള്ള അറ്റാച്ച്മെന്റ്, നിങ്ങൾക്ക് അവരോടത്തുള്ള അറ്റാച്ച്മെന്റിന്റെയും ഫലമായിട്ട് അവരെ ശുശ്രൂഷിക്കുന്ന ഒരു കർമ്മം ഉണ്ടല്ലോ, അത് ഇതിന്റെ ഒരു ഫലമായിട്ടൊക്കെ ഇങ്ങനെയൊക്കെ കുറെ ബാലൻസ് ആയി പോകും. അതൊരു കഷ്ടമല്ലേ? അപ്പം അതിന്റെ ഇതിൽ ബാലൻസ് ആയി പോകും. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ ഈ പറഞ്ഞ കാര്യം പ്രകൃതിയുടെ വ്യവസ്ഥ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതിൽ കിടന്ന് ഒരുപാട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നിങ്ങൾ തന്നെ ദൈവികമായി ഭയങ്കരമായി ഉയർന്നു വരുന്നുണ്ട്, നല്ല ദർശനങ്ങളും കാഴ്ചകളും കാണുന്നുണ്ട്, നിങ്ങളുടെ തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ മറ്റേ അതർ ശക്തികളിലൂടെ കാഴ്ചകൾ പോലെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങൾ അത്രയും നല്ല രീതിയിൽ വളർന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഭയങ്കര അറ്റാച്ച്ഡ് ആണ്, അവർ ശിശുക്കളാണ്, അവർക്കൊട്ടും ആത്മവളർച്ച ഇല്ല, അവർ തെറ്റിന്മേൽ തെറ്റ് മണ്ടത്തരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും അവർക്ക് നിങ്ങളുടെ ഭയങ്കരമായ സ്നേഹമുണ്ട്. നിങ്ങളെ കൂടെയാണെങ്കിൽ പോലും നിങ്ങളെ അവര് ബാധിക്കില്ല. അവർക്ക് അങ്ങനെ ഒരു ഭയങ്കരമായ കഷ്ടമോ ദുരന്തമോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇത് വന്ന് നിങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തുന്ന ലെവലിലേക്ക് ദൈവം അത് അനുവദിക്കൂല. കാരണം നിങ്ങൾ വളരെ ഉയർന്ന ലെവലിൽ ദൈവവുമായി നല്ല കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള ഒരാളായതുകൊണ്ട് നിങ്ങൾക്ക് വലിയ കഷ്ടമൊന്നും വരാത്ത രീതിയിലേ ദൈവം ആ മാതാപിതാക്കളിലൂടെ ചില കാര്യങ്ങൾ ചെയ്യുള്ളൂ. നിങ്ങൾക്ക് അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യം വരുന്നില്ല. അങ്ങനെ ഒരു സിറ്റുവേഷന് മുന്നമേ ഒന്നുകിൽ അവർ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും, ഇല്ലെങ്കിൽ അവർ മരണപ്പെട്ടു പോവുകയോ നേരത്തെ അവരുടെ കർമ്മസൊക്കെ ദൈവം തന്നെ വേറെ ഏതെങ്കിലും രീതിയിൽ ബാലൻസ് ആക്കി അവരെ മോക്ഷത്തിലേക്ക് കൊണ്ടുപോവുകയോ ചെയ്യും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നിങ്ങൾ പേടിക്കണ്ട. ഇത് ഞാൻ ഈ കാര്യം പറഞ്ഞപ്പോൾ പലരും ആകെ ഭയപ്പെട്ട് വിപ്ലവപ്പെട്ട് വിളിക്കുന്നുണ്ട്. ഇത് ശരിക്കും എന്റെ മെസ്സേജ് കേട്ടിട്ട് പലരും ആ ദൈവത്തിന്റെ ഹൈയിലോട്ട് പോകണം, അപ്പൊ അതിന് ഞങ്ങൾ എന്ത് ചെയ്യണം, അതിനുള്ള വ്യവസ്ഥകൾ എന്തെന്നൊക്കെ എന്നോട് ചോദിക്കുന്നത് കൊണ്ടാണ് ഞാൻ ഈ ഏറ്റവും ഹൈയിലേക്ക് പോകാനുള്ള ഏറ്റവും ഹൈ കാര്യങ്ങൾ വരെ പറഞ്ഞിരുന്നത്. സാധാരണപ്പെട്ട ഒരാൾക്ക് ഞാനിപ്പോ ഈ പറഞ്ഞതുപോലെയുള്ള അറ്റാച്ച്മെന്റ് കട്ടിങ്ങോ മാതാപിതാക്കളിൽ നിന്നൊക്കെ അവരെയൊക്കെ മാറ്റി നിർത്തുന്ന ആ ഒരു മനസ്സോ അല്ലെങ്കിൽ കിട്ടിയ സ്വത്തോ അല്ലെങ്കിൽ മാതാപിതാക്കളിൽ നിന്നുള്ള വിഹിതമോ വേണ്ടാന്ന് വെച്ച് കളയാനുള്ള മനസ്സോ ഒക്കെ വരിക എന്ന് പറയുന്നത് കുറച്ച് പാടാണ്. അത് വന്നില്ലെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ വലിയ ടെൻഷനും പേടിയൊന്നും വരാതെ വരും. അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കർമാസ് ഞാൻ പറഞ്ഞത് വലിയ സംഗതിയൊന്നുമല്ല. നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫലം എന്ന് പറഞ്ഞാൽ ഭയങ്കര കടുത്ത ഫലം. അതേപോലെ ഒന്നും വരില്ല. സ്നേഹപരായ മാതാപിതാക്കൾ നിങ്ങൾക്ക് സ്നേഹത്തോടുകൂടി മനസ്സന്തോഷത്തോടുകൂടി അവരുടെ സ്വത്തിന്റെ ഭാഗം തരുന്നത് അത് നിങ്ങൾ അത്രയൊന്നും ബാധിക്കില്ല. അങ്ങനെയുള്ള മാതാപിതാക്കളെ അവസാന കാലത്ത് ശുശ്രൂഷിക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ബാലൻസ് ആയി തീരും. പക്ഷെ നമ്മൾ നമ്മുടെ വിഹിതം വേണം എന്നും പറഞ്ഞ് വഴക്കം ബഹളവും ഉണ്ടാക്കി സഹോദരങ്ങൾക്ക് കൂടിപ്പോയി, അല്ല അവിടെ കുറഞ്ഞുപോയി, ഇങ്ങനെയൊക്കെ പറഞ്ഞ് തർക്കിച്ച് പിടിച്ചു വാങ്ങിക്കുമ്പോൾ മാതാപിതാക്കൾ അത് ഭയങ്കര ഉള്ളിൽ ഭയങ്കര വിഷമത്തോടെയും ഒരു താല്പര്യമില്ലാതെയും നിങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾ തരുമ്പോൾ അത് നിങ്ങൾക്ക് ഭയങ്കരമായ ദോഷം ചെയ്യും. കാരണം ഒന്ന്, നിങ്ങളുടെ മനസ്സ് പ്രകൃതി നോക്കുമ്പോൾ വളരെ മോശപ്പെട്ടതും ദുഷിച്ചതുമാണ്. അങ്ങനെ വല്ലതും കൈപ്പറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുകയോ അതിനെ ദാനം ചെയ്ത് കളയുകയോ ചെയ്തു കൊള്ളണം. കാരണം അത് നിങ്ങൾക്കത് ഭാവിയിൽ അത് വലിയ ദോഷം നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊന്നും ഉള്ളതായിട്ട് പലരും എന്നെ വിളിച്ചിട്ട് പറയുന്നില്ല. അപ്പൊ എന്റെ മെസ്സേജ് കേൾക്കുന്നവരെല്ലാം ഏതാണ്ട് പോസിറ്റീവുള്ള ആൾക്കാരാണ്, അത്ര ദുഷ്ടരൊന്നുമല്ല. ഇനി അഥവാ അറിവില്ലാത്ത കാലത്ത് അങ്ങനെയൊക്കെ പ്രവർത്തിച്ച് പിടിച്ചു വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനിയും സംശയങ്ങളുണ്ട്. അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. ഓക്കെ.